വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. ഇന്ന് നമ്മൾ കപ്ലങ്ങ വെച്ചിട്ടുള്ള ഒരു കുട്ടി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തിയുമാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മളിവിടെ ഒരു കുട്ടി കപ്ലങ്ങയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിനെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട്. അതായത് നമ്മൾ അവിയലിനൊക്കെ അരിഞ്ഞെടുക്കാറില്ല നീളത്തിൽ, ആ ഒരു കട്ടിയും വലുപ്പത്തിലൊക്കെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്കതിനെ ഒരു ചട്ടിയിലേക്കാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ മതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കപ്പളങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കറിക്ക് വെളിച്ചെണ്ണ തന്നെ നിർബന്ധമായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാലാണ് നമുക്ക് ആ കറിയുടേതായ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം. ഇനി അതിലേക്ക് കപ്ലങ്ങ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് പകുതി വേവാവാൻ വേണ്ടിയിട്ട് സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ആ സമയം നമുക്ക് അരപ്പ് റെഡിയാക്കാം. തേങ്ങ എടുത്തിട്ടുണ്ട്, കൊച്ചുള്ളി, പച്ചമുളകിന്റെ സ്ഥാനത്ത് കാന്താരി ഉണ്ടെങ്കിൽ എടുത്തോളൂ, നല്ലതായിരിക്കും. പിന്നെ ജീരകം, ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ കല്ലിലാണ് അരയ്ക്കുന്നത്. ചെറുതായിട്ട് ചതച്ചൊന്ന് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ കല്ല് വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് കൂടെ കൊണ്ടു നടക്കാനൊക്കെ പറ്റിയൊരു കല്ല് കാണും കേട്ടോ. അപ്പം നമ്മളിത് ഓൺലൈനിൽ വാങ്ങിയതാണ്. ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചട്ടിയിൽ വേവാൻ വെച്ചിരിക്കുന്ന നമ്മുടെ കപ്പളങ്ങ കുറച്ച് വെള്ളമുണ്ട്, അതിന് ചെറുതായിട്ടൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം, ഒത്തിരി വേണ്ട. ഇനി ചെറുതായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെല്ലാം കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കുത്തി ഇളക്കാൻ പാടില്ല. ചെറുതായിട്ട് ആ മിക്സ് എല്ലാത്തിലും ഒന്ന് ആകത്തക്ക വിധത്തിൽ ഇതുപോലെ വേണം ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 മുരിങ്ങക്കോല് ചെറുതായിട്ട് മുറിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് ആ കറിയുടേതായ ഒരു ടേസ്റ്റ് ഒന്നുകൂടി നമുക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് തട്ടിപ്പൊത്തി വെക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റാക്കി കിട്ടാനായിട്ട് ഒരു 5 മിനിറ്റ് അതിൻ്റെ ആവശ്യമുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അത്രമാത്രം മതി. അപ്പോൾ നമ്മളൊന്ന് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ഒന്ന് തുറന്ന് എല്ലാം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ വിട്ട് മാറിയാണ് കിടക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു കുറച്ച് തൈര്, അതായത് ഒരു 3 ടേബിൾ സ്പൂണോളം തൈര് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. തൈര് അത്യാവശ്യം പുളിയുള്ളതാണെങ്കിൽ നല്ലതായിരിക്കും. കട്ട തൈരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോരിൻ്റെ ആവശ്യമില്ല, തൈര് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കേട്ടോ. തൈരിട്ട് കൊടുത്തതിന് ശേഷം ഇതെല്ലാം ചെയ്യുന്നത് ലോ ഫ്ലെയിമിലായിരിക്കണം. തൈരൊന്ന് ചൂടായി കിട്ടണം. നമുക്ക് ഈ കറിയെല്ലാം കൂടെ കൂട്ടി ഒന്ന് സെറ്റായി കിട്ടണം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് കണ്ടോ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ടെന്ന്. അങ്ങനെ നമ്മൾ സ്റ്റൗ ഒക്കെ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി വാങ്ങി ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ എല്ലാം കൂടെ ഒഴിച്ചു കൊടുത്തുകൊണ്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ആക്കിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എന്നിട്ടൊരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചും കൂടെ വെക്കാം. അതിനുശേഷം തുറന്ന് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ വീണ്ടും കാണും വരെ ടാറ്റാ.